ഇനി ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളിലേക്കാണ്. അവിടെ സ്ഫോടനത്തിൽ തകർന്ന വാഹനങ്ങളുടെ പരിശോധനയൊക്കെ ഫോറൻസിക് സംഘം പൂർത്തിയാക്കി. റോഡിൽ നിന്ന് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ആരംഭിച്ചു. ഇതിനുശേഷം ഗതാഗതം പുനഃസ്ഥാപിക്കും. NIA ആണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. ഭീകരാക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തൗഫീഖ് അസ്ലമിലേക്ക് പോകാം വിവരങ്ങൾക്കായി. തൗഫീഖ്, അങ്ങനെ ഒരു രാജ്യത്തെ നടക്കിയ സ്ഫോടനത്തിന് ശേഷം കാര്യങ്ങളൊക്കെ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തുന്നു. അവിടെ വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ, അതിന്റെ പരിശോധന പൂർത്തിയായി. ഇപ്പോൾ ഗതാഗതമടക്കം സാധാരണ നിലയിലേക്കാക്കണം. എന്തായാലും ഒരു ഈ സ്ഫോടന ശേഷം ഡൽഹി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയാണോ? എന്തൊക്കെയാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ വിവരങ്ങൾ? ജിൽസി, 10-ാം തീയതിയാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. അതിനുശേഷം ആ ചെങ്കോട്ടയിലേക്കുള്ള റോഡ് പൂർണ്ണമായും അന്വേഷണ സംഘവും അടച്ചിരുന്നു. അതിനുശേഷം ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ പൊട്ടിത്തെറിയിൽ, ഈ സ്ഫോടനത്തിൽ തകർന്ന വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചത്. ഇപ്പോൾ ഓരോ വാഹനങ്ങളായിട്ട് അവിടെ നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് നീക്കം ചെയ്യുകയാണ്. അതിനുശേഷമായിരിക്കും ആ റോഡ് തുറന്നു കൊടുക്കുക. അതോടൊപ്പം തന്നെ ലാൽക്കില മെട്രോ സ്റ്റേഷൻ ആ സമയം മുതൽ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ആളുകൾക്ക് പ്രവേശനമോ ഒന്നും ആ മെട്രോ സ്റ്റേഷനിലേക്ക് ഇതുവരെ ഇല്ല. ഈ വാഹനങ്ങൾ പൂർണ്ണമായും അവിടെ നിന്ന് അവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ആ മെട്രോ സ്റ്റേഷൻ തുറന്നു കൊടുക്കുകയും ആ റോഡ് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുകയും എല്ലാം ചെയ്യുകയുള്ളൂ. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. NIAക്കാണ് ഇതിൻ്റെ അന്വേഷണം നൽകിയിരിക്കുന്നത്. കൃത്യമായിട്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്ന് NIA സംഘം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഫരീദാബാദ് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. നിലവിൽ 7 ഡോക്ടർമാരാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരെ വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. വലിയ ശൃംഖല തന്നെ ഇതിന് പിന്നിലുണ്ടെന്നാണ് ഒരു പ്രാഥമികമായിട്ടുള്ള അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. അതുകൊണ്ട് ഇവരെ വിശദമായിട്ട് ചോദ്യം ചെയ്താൽ മാത്രമേ ഇവർക്ക് ഡൽഹിയിലടക്കം ആരൊക്കെയാണ് നിരന്തരം സഹായം ചെയ്തു നൽകിയത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയുള്ളൂ. അതുകൊണ്ട് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അത് പൂർത്തിയാക്കിയതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ അറിയിക്കാമെന്ന് കൂടി ഇപ്പോൾ അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ശാസ്ത്രീയ പരിശോധനയുടെ ചില ഫലങ്ങൾ കൂടി പുറത്തു വരാനുണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. നടന്നത് ഒരു ഭീകരാക്രമണമാണെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിന് ശേഷം പ്രമേയം പാസാക്കിയത് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഇതിന്റെ പൂർണ്ണ അന്വേഷണ ചുമതല കേന്ദ്ര സർക്കാർ നൽകിയതും അവർ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേക സംഘമായി തിരിഞ്ഞാണ് ഇതിന്റെ അന്വേഷണം. ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെ ചെന്ന് അവിടങ്ങളിൽ ഇവരുടെ വീടുകളിൽ ഉൾപ്പെടെ ഉള്ള ആളുകളെ, പ്രത്യേകിച്ച് ഇവരുടെ ബന്ധുക്കളെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ശരി തൗഫീഖ്, എന്തായാലും ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇന്ന്